അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ ആരും തൊട്ട് കഴിഞ്ഞാൽ അത് അനുഗ്രഹമായി മാറും. എന്റെ വൈഫ് ഒരു ദിവസം പറഞ്ഞു, ഒരു ദൈവദാസം വന്ന് ഒരു പ്രവാചകൻ വീട്ടിൽ വന്ന് പ്രവേശിച്ചു പോയി. മോളെ നിനക്കൊരു BMW. അപ്പോ 5 വർഷം കഴിഞ്ഞു BMW കിട്ടിയിട്ടില്ല. എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്തിന്റെ BMW? ഞാൻ പറഞ്ഞു, ഞാനില്ല, പറഞ്ഞ പ്രവാചകനാ. പ്രവാചകന്റെ ഞാൻ പറഞ്ഞെങ്കിൽ എന്റെ കഴുത്ത് പിടിച്ചോ. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു, യു ഹാവ് എ മെസ്സേജ് കോൾഡ് പ്ലേസിംഗ് എ ഡിമാൻഡ് ഓൺ ദി അനോയിന്റിംഗ്. എനിക്കൊരു മെസ്സേജ് ഉണ്ട്, പ്ലേസിംഗ് എ ഡിമാൻഡ് ഓൺ ദി അനോയിന്റിംഗ്. ഞാൻ ചോദിക്കട്ടെ, വെളിയിലോട്ട് ഇറങ്ങി അടുത്ത മെസ്സേജിലോട്ട് കേൾക്കട്ടെ. യേശുവിന്റെ അമ്മ പറയുന്നുണ്ട്, വീൺ തീർന്നു പോയി. യേശു എന്തോ പറഞ്ഞേ? നൗ ഇറ്റ്സ് നോട്ട് മൈ ടൈം, ഇപ്പൊ എന്റെ സമയമല്ല. അമ്മ എന്തോ പറഞ്ഞേ? ആ, എന്റെ ചോദ്യം, യേശു എങ്ങനെയാ തിരിച്ചു സംസാരിച്ച്? അമ്മ പറഞ്ഞ് വീൺ തീർന്നു പോയി. യേശു പറഞ്ഞ് വുമൺ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അമ്മേന്റെ അടുത്ത് നിങ്ങൾ സ്ത്രീയെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയെ അടുത്ത എന്തുമായിരിക്കും? അടിയും പടിയും രണ്ടും ഉണ്ട്, അല്ലയോ? യേശു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും she did not react. She placed a demand on the anointing. And said, do as he sees. യേശു പറഞ്ഞു, ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. But she placed a demand. That created a miracle. നിങ്ങളുടെ പുറത്ത് വാഗ്ദത്തം ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ പുറത്ത് നിങ്ങൾ ഡിമാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് അത് നടക്കേണ്ടി വരും. എനിക്ക് ദുബായ് പോകേണ്ടതായിരുന്നു. ഞാൻ നോക്കുമായിരുന്നു ടിക്കറ്റ്, നോക്കി ഭയങ്കര വില. ഞാൻ ഓർത്ത്, ദൈവമേ, 10 മണിക്കൂർ വണ്ടി ദുബായ് പോകണം, ഞാൻ ഇതിന് എത്ര പൈസ ചെലവാണ്? ഞാൻ കിടന്നു കുറേ. രാവിലെ എണ്ണിച്ച് ഞാൻ ഓർത്ത് ഈ ചെക്ക് ചെയ്തപ്പോൾ ഐ ഗോട്ട് എ സ്പെഷ്യൽ ഓഫർ, 900 pounds ബിസിനസ് ക്ലാസ്. ഞാൻ അപ്പോൾ തന്നെ പോകും. എനിക്കറിയാം ഒത്തിരി പേർക്ക് ഇതുണ്ടോ, അയ്യോ ബിസിനസ് ക്ലാസ്. ഓക്കെ, the Lord shall supply all my needs. അല്ലയോ? ഓക്കെ, എത്ര പേരുടെ ഫോൺ ഉണ്ട് കയ്യിൽ? ഫോൺ എടുത്തു. സങ്കീർത്തനം 23:1 എഴുതിയിരിക്കുന്നത്, the Lord is my shepherd, I shall not want. ഗൂഗിൾ തുറന്നേക്ക്, സിറി തുറന്നേക്ക്, നിങ്ങൾക്ക് അതിലല്ലേ കൂടുതൽ വിശ്വാസം. തുറന്നേക്ക്, ഞാൻ കാണിക്കട്ടെ. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു വിടുത്തോളൂ. പറഞ്ഞാൽ എന്റെ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹം കാണണം. കർത്താവിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നിശ്ചയമായി അനുഗ്രഹം കാണണം. ആമേൻ. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ് ആൻഡ് വാണ്ട് എഴുതി നോക്ക്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കും. ഗൂഗിളില് സിറിയില് എഴുതി നോക്ക്, ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ് ആൻഡ് വാണ്ട്. Needs are fundamental requirements for survival, like food and water. While wants are desires that improve your life, but are not essential for survival. It improves your life. Economy class is need. Business class is want. It makes your life comfortable. Amen. Amen. ചലോ ബിസിനസ് നമ്മൾ ചോദിക്കട്ടെ, നോൺ ക്രിസ്ത്യൻസ് കയറുന്നുണ്ട് അല്ലയോ? എൻ്റെ അടുത്ത് ആരും ചോദിച്ചു, മാസ്റ്റർ ബിസിനസ് ക്ലാസ്. ഞാൻ പറയാം, ഞാൻ ഓപ്പണായിട്ട് പറയാം, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. God has provided for me. I don't have to think. ഞാൻ എവിടെ പോയാലും ഇപ്പം വരെ യാത്ര ചെയ്തിട്ട് 28 വർഷമാണെന്നുള്ളൂ ശുശ്രൂഷ. ഇപ്പം വരെ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഞാൻ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. എവിടെ നിന്നിട്ട് എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രസംഗിച്ചിട്ട് പോയിട്ടുള്ളൂ. ദൈവം മാനിച്ചു. എന്റെ അടുത്ത് ആരും ചോദിച്ചു, ഞാൻ ബിസിനസ്സിലായിരുന്നു മുമ്പ്, ശുശ്രൂഷ വരുന്നതിന് മുമ്പ് എന്റെ അടുത്ത് ആരും ചോദിച്ചു, പാസ്റ്റർ ഇന്നലെ ഫ്ലൈറ്റ് ടിക്കറ്റ് അയക്കാത്ത? ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിന് പൈസ തരാം. ഞാൻ പറഞ്ഞു, ഞാൻ ജോലിയും ചെയ്തിട്ടുണ്ട്. സിംഗപ്പൂർ എയർലൈൻസിൽ ജോലി ഉണ്ടായിരുന്നു, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഞാൻ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, എത്ര സാലറി വേണം ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ മച്ച് സാലറി ഡു യു നീഡ്, നമ്മളപ്പം തന്നെ 30,000 is good enough. അവര് ചിലപ്പോൾ ഓർക്കുമായിരിക്കും 35 കൊടുക്കാൻ വേണ്ടി, അല്ലയോ? നിങ്ങൾ 30 പറഞ്ഞുകൊണ്ട് അവരും പറഞ്ഞു ഹാലലൂയ. അവർ
ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് മുകളിലോട്ട് കയറി. See, as a child of God, you are valuable. Amen. As a child of God, നിങ്ങൾ സ്പെഷ്യലാണ്. അതുകൊണ്ട് സ്വയമായിട്ട് താഴോട്ടിടില്ല. അയ്യോ ഞാൻ ആരുമില്ല, ഞാൻ പുഴുക, ഞാൻ ഗുണമില്ല. അല്ല, അത് പറയുന്നത് ചിലർക്ക് ഈ സ്വഭാവമുണ്ട്. നമ്മുടെ പഴയ രീതികളാണ്, അത് മാറ്റണം. You are a child of God. Sometime later, നമ്മുടെ ജീവിതത്തിൽ ഈ വാക്തത്വം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കംഫർട്ടബിൾ ആയി മാറും ഒരു സാധനം. അപ്പോൾ ദൈവം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ നടപ്പില് നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളാണ്. അല്ലയോ? ഇച്ചിരി സ്ട്രോങ് ആയി കഴിയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നടക്കത്തില്ല. ദൈവമേ, അല്ലയോ? It's taking time when I'm praying now. Why is it? ഞാൻ ഇത് പറയാം. God is testing you. After every test, there is a testimony. Amen. Amen. Yes. എത്ര പേര് സ്കൂളിൽ പോയിട്ടുണ്ട്? സ്കൂളിൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ? ഓക്കെ. ഞാൻ സ്കൂളിൽ പോകുന്ന എനിക്ക് ഒരു പേടിയില്ലായിരുന്നു. ടെസ്റ്റ് വരും, റിസൾട്ട് വരുമ്പോൾ പേടിയുണ്ടായിരുന്നു. ടെസ്റ്റ് ആയി കഴിഞ്ഞാൽ, പാസ് ആയി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലോട്ട്. ദൈവം നിങ്ങളെ ഫെയിലിയറിലോട്ടല്ല കൊണ്ടുപോകുന്നത്, സക്സസിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അത് ഓർത്തോണം. സോ ടെസ്റ്റ് വരുമ്പോ പേടിക്കില്ല, പ്രശ്നങ്ങൾ വരുമ്പോ പേടിക്കില്ല. ഇത് വരുമ്പോ ഓർത്താ മതി, ഞാൻ അടുത്ത ലെവലിലോട്ട് കയറണം. ഒത്തിരി ക്രിസ്ത്യാനികൾ നെഞ്ചു വയ്ക്കുക, നെഞ്ചു വേദന എന്തുവായി, അല്ല ജോലി സ്ഥലത്ത് ഫയർ ആവുമോ? ഞാൻ ഇത് പറഞ്ഞു, നിങ്ങളെ ഫയർ ആക്കിയാലും ദൈവം അടുത്ത സ്ഥലത്ത് ഇപ്പം കിട്ടുന്ന കാട്ടി കൂടുതൽ സാലറി ദൈവം. ഞാൻ ലോകത്ത് എവിടെ പോയാലും, ഞാൻ താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, ഹിൽട്ടൺ. ലോകത്ത് എവിടെ പോയാലും ഹിൽട്ടണിലാണ് താമസം. എല്ലാവരും നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ഭയങ്കര വിലയാണെന്നൊരു പറഞ്ഞു. എനിക്ക് ഒരു പൈസ ഇല്ല താമസിക്കാൻ. അതിന്റെ ഓണർ എൻ്റെ കൂട്ടുകാരല്ല. ഇച്ചിരി വർഷങ്ങൾ മുമ്പ് ഞാൻ പുള്ളിയെ കണ്ട, പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രവചിച്ചു. അതുപോലെ നടന്നുകൊണ്ട് പുള്ളി പറഞ്ഞു, പാസ്റ്റർ ലോകത്ത് എവിടെ പോയി താമസിക്കണേ താമസിച്ചോണം, എൻ്റെ കോഡ് ഇട്ടാൽ മതി, ദാറ്റ് യു ആർ മൈ ബ്രദർ. വെളുത്ത മനുഷ്യനാണ് പറഞ്ഞത് കേട്ടോ. എന്റെ കളർ കണ്ടു കഴിഞ്ഞാൽ ബ്രദർ പറഞ്ഞതേ. പക്ഷെ ദൈവത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാക്ക ഉപയോഗിക്കുന്നു. നമ്മുടെ ചിന്ത രീതി തെറ്റായതുകൊണ്ടാണ് നമ്മൾ ഈ അനുഗ്രഹങ്ങൾ കാണാത്തത്. നമുക്കൊരു സ്വഭാവമുണ്ട്, ഈ ഈ കുത്തി പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരെ കേൾക്കാൻ ഭയങ്കര സന്തോഷം, അല്ലയോ? ഇല്ലെങ്കിൽ ആരുടെ ബോൾ ആരുടെ കൂട്ടത്തിൽ ഓടി കേൾക്കാൻ ഭയങ്കര സന്തോഷം, അല്ലയോ? പ്രയർ മീറ്റിംഗ് വിളിച്ച ആളുകളാണ്. പക്ഷെ മറ്റേ കാര്യം സംസാരിക്കുകയാണെങ്കിൽ, ഗോസിപ്പ് ആണെങ്കിൽ, അയ്യോ എല്ലാ ടൈമും. We need to change. We need to renew. ദൈവം, ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് മുടിയുണ്ട്? എല്ലാവർക്കും മുടിയുണ്ട്. മുടിയില്ലെങ്കിൽ എന്റെ പിതാവിന്റെ കണ്ടീഷൻ. മുടിയുണ്ടെങ്കിൽ മുടി വെട്ടി കഴിഞ്ഞാൽ മുടി വളരുമോ? വളരും. നഖം വെട്ടി കഴിഞ്ഞാൽ നഖം വളരുമോ? That is God's system of multiplication. Amen. Praise God. Amen. God's system is not decrease. അതുകൊണ്ട് Genesis 1:28 says, "Be fruitful and multiply." Hallelujah. അതുകൊണ്ട് ഈ കുറ്റം പറയുന്ന പ്രാസംഗികന്മാരെ ഞാൻ കേൾക്കാൻ പോത്തില്ല. കേൾക്കാൻ സുഖമാണ് കേട്ടോ, പക്ഷെ വിശ്വാസം അകത്ത് വരുന്നില്ല. Only negativity. God, the cross sign is like a plus sign. Positive, not negative. Amen. Yes. Sometime later God tested Abraham. Here am I. ദൈവം ചോദിക്കുന്ന എന്തുവാ? രണ്ടാമത്തെ വാക്യം, Take your only son. നിന്റെ ഏകനായ പുത്രൻ, അല്ലയോ? ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം, എത്ര പുത്രന്മാര് അബ്രഹാമിന് ഉണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു?
Only one? 2 പിള്ളേരുണ്ടായിരുന്നു. ഇഷ്മായിൽ ഉണ്ടായിരുന്നു, ഇസാഖ് ഉണ്ട്. പക്ഷെ ദൈവം പറഞ്ഞ് ഏകനായ പുത്രൻ. എന്റെ ചോദ്യം എന്തോ, കർത്താവ് നമ്മുടെ പോലെ മാത്തമാറ്റിക്സിൽ ഫെയിലിയർ ആണ്? ആ ദിവസം ഗുളിക എടുക്കാൻ മറന്നുപോയോ? That he has a memory issue. No. ഇത് ഓർക്കണം. God does not recognize anything that is born in flesh. Amen. ജഡത്തിൽ ജനിക്കുന്ന ദൈവം കണക്കി എഴുതത്തില്ല. Amen. ആത്മാവിൽ ജനിക്കുന്ന മാത്രം ദൈവം കണക്കി. Yes. Hallelujah. 2 പിള്ളേരുണ്ട്, പക്ഷെ നിന്റെ ഏകനായ പുത്രൻ. എന്റെ അടുത്ത് ഒത്തിരി പേര് ഒരു പാസ്റ്ററെ ദൂതുണ്ടോ? ഞാൻ നോർത്ത് ഇന്ത്യ പറഞ്ഞു. ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ പ്രവചിക്കും, ഇല്ല ഉണ്ട്. ഒരാഴ്ച മുമ്പേ ഞാൻ ഇന്ത്യയിലായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ കയറി ഞാൻ പ്രവചിച്ചു. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ എന്തോ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ച് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് അമേരിക്കയിൽ നിന്ന് അവരുടെ മോള് വിളിച്ചെൻ്റെ ഭാര്യ, പാസ്റ്ററിനെ അറിയാമോ, ഇങ്ങനെ പാസ്റ്റർ ഇങ്ങനെ പ്രവചിച്ചു പോയത്, പാസ്റ്ററിനൊന്നും കാര്യങ്ങൾ അറിയാമോ? എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ പാസ്റ്ററായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, ടൈം കിട്ടിയില്ല. അല്ല, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, പാസ്റ്റർ അത് പ്രയറിൽ പൊക്കി. പൊക്കി മാത്രമല്ല, പാസ്റ്റർ പറഞ്ഞു അതിനെ വിടണം. പ്രവചനം തെറ്റല്ല, പക്ഷെ ജഡത്തി അയ്യോ വിടാൻ പ്രയാസം. ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രവചനത്തെ ഇച്ചിരി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒത്തിരി പേർക്ക് നിന്റെ പുറത്ത് ഒരു വിളിയുണ്ട്, വിളി പറഞ്ഞത് അടുത്ത ദിവസം പോയി ചർച്ച തുടങ്ങും. ജഡത്തിൽ തുടങ്ങുന്ന എല്ലാ അനുഗ്രഹം ആത്മാവിൽ ചെയ്യുന്ന. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ പോകുമ്പോ ആളുകൾ എന്റെ ഡാഡിയോട് ചോദിച്ചു, മോനെ നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നേ? ആ രാജ്യത്തിൽ പോയി കഴിഞ്ഞാൽ മരിച്ചു പോലോ, ജീവനോട്. ഡാഡി എല്ലാം വിളിച്ചത്. എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ വന്നപ്പോൾ ഞാൻ ഡാഡിയെ നോക്കിയിട്ടല്ല പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് വിളി വന്നുകൊണ്ട്. ഇത് ഞാൻ പറഞ്ഞേക്കാം, എന്റെ ബിസിനസ് ഫെയിലിയർ അല്ലായിരുന്നു കേട്ടോ. ഒത്തിരി പേര് എന്റെ ബിസിനസ് ഫെയിൽ ആയതുകൊണ്ട് പൊട്ടിയതുകൊണ്ടാ ഞാൻ ശുശ്രൂഷ വന്നല്ല, എന്റെ നല്ലോണം നടക്കുന്നുണ്ടായിരുന്നു. I was doing good. I was working well. ഞാൻ ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ ഷിഫ്റ്റ് ആയിരുന്നു ആസ് അസിസ്റ്റന്റ് മാനേജർ. അതെല്ലാം വിട്ടിട്ട്, നല്ല സാലറി വിട്ടിട്ട്, സ്വന്തം ബിസിനസ് ഉണ്ടായിരുന്നു. ആളുകൾ എന്നെ ചോദിക്കുന്ന, പാസ്റ്റർ ഈ ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്? ബിക്കോസ് എനിക്ക് സ്വന്തം ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുക. I gave it to him when I came into ministry. So അതിൽ നിന്നാണ് ഞാൻ ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഡുണ്ട്. So I pick up with that as a travel agent. അപ്പോൾ ആളുകൾ എന്നെ ചോദിക്കുന്നത്, പാസ്റ്റർ ഞാൻ പറയട്ടെ, അകത്ത് ഒത്തിരി ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ചർച്ച വിടില്ല. പക്ഷെ ഡിസംബർ ആകുമ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, I will leave it, hand it over to a son, and I will go and become a father to the fatherless generation. 2006 ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, I'm calling you with a call to be a father to the fatherless generation. നമ്മുടെ മിനിസ്റ്ററിന്റെ പേര് അതുകൊണ്ടാണ് ഫാദേഴ്സ് ടച്ച്. റീസെന്റ് ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. There are so many pastors, അവർക്ക് ആരുമില്ല സംസാരിക്കാൻ വേണ്ടി. Will you be a father? ഞാൻ പറഞ്ഞു, ദൈവമേ ചർച്ചുണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും വലിയ എക്സ്ക്യൂസ് അതാണ്, ദൈവമേ ചർച്ചുണ്ട്, സംസാരിക്കാൻ ടൈമില്ല. അപ്പൊ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞ, മോനെ ചർച്ചുണ്ട്. I have 960 churches around the world under our ministry, under fathers. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ അതില്ല ഉണ്ട്. ദൈവം പറഞ്ഞു, no, I'm going to bring that is not your church. I'll bring pastors to you, and you will become a father to them. When I was God, I have 3 churches: Saturday morning, Sunday evening. 3 churches. And God said, leave it. ഓർത്ത് നോക്കിക്കേ, വിടാൻ പോവും. നിങ്ങൾ തുടങ്ങിയ ചർച്ച. But when God says it's a test, but it is for a promotion. Amen. Hallelujah. ഒത്തിരി നേരം നമ്മൾ പിടിച്ച് കുരങ്ങനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ടോ? Catching a monkey. Anybody see? Put a peanut inside it. It holds the peanut, it won't let go of it, and its hand is stuck. If you let go of it, ഞാൻ കാണിക്കാം. കൈ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുക. ഇത് വിട്ടുള്ള എനിക്ക് മറ്റേ പൊക്കാൻ വെക്കുന്നത്. Something that is better. But the problem is we want to hold on to that and hold this even. God says no, let go of it. Amen. Yes.
So God will only recognize what is born in the spirit. ഞാൻ ചോദിക്കട്ടെ, ചില ഞായറാഴ്ച പ്രസംഗം വരും, ഇച്ചിരി വിഷമം വരുവേ, മെസ്സേജ് കേൾക്കും, പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തെറ്റായിട്ടൊന്നും ഉണ്ട്, അതുകൊണ്ട് ആ വിഷമം വരുന്നത്, അല്ലയോ? ചർച്ച മാറാൻ പോകും. ജഡത്തിലാണോ ആത്മാവിലാണോ? ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല. ഞാനൊരു പിതാവിന്റെ സ്ഥാനത്തിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്നിട്ട് പറയും, പാസ്റ്റർ ദൈവം നമ്മുടെ അടുത്ത് പറഞ്ഞ് ചർച്ചയിൽ നിന്ന് മാറാൻ വേണ്ടി. എനിക്ക് ചിരി വരും കേട്ടോ. അതിന്റെ റീസൺ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ടെസ്റ്റ് എവറി സ്പിരിറ്റ്. അതെന്തിനാ? ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിൽ ഒത്തിരി പേര് പറയാറുണ്ട്, ഈ പ്രശ്നം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ചർച്ച മാറാൻ വേണ്ടിയാ പറഞ്ഞത്. The Lord told me to leave. ലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലോഡ്? എന്റെ അടുത്ത ചോദ്യം, ഏത് ലോഡാ സംസാരിച്ചത്? നിന്റെ ഭാര്യയാണോ? നിന്റെ ജഡമാണോ? ചോദിക്കട്ടെ. ഓക്കെ, ഞാൻ നോക്കട്ടെ ഇന്ന് വൈകിട്ട് തൊടാൻ വേണ്ടി, അല്ലെങ്കിൽ നാളെ അറിയാമോ? ഐസായ 6. എത്ര പേർക്ക് അറിയാം ആ പോർഷൻ? ഐസായ 6. Anybody knows? In the year King Uzziah died. നമ്മുടെ ജീവിതത്തിൽ ചില രാജാക്കളുണ്ട്, അല്ലയോ? Our ego. Until it does not die, you will never see the Lord. Amen. Until your pride does not die, you will never see the Lord. Amen. Hallelujah. ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു. ഏത് ദൈവമാണ് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാരും സംസാരിക്കാൻ നേരം മറ്റേ ആളുടെ കാലിൻ്റെ അടുത്ത് പോയി സംസാരിക്കൂ? ഓ, മുഖത്ത് നോക്കിയാണോ സംസാരിക്കുന്നത്? മുഖത്ത് നോക്കിയ പറഞ്ഞ ചെവി ഇവിടെ ആയതുകൊണ്ട്, അല്ലയോ? തലയിലാ ചെവി. അപ്പൊ ദൈവം സംസാരിക്കുകയാണെങ്കിൽ കാലിന്റെ അടുത്തായിരിക്കും സംസാരിക്കുന്നത്, ചെവിയുടെ അടുത്ത്, തലയിലായിരിക്കും സംസാരിക്കുന്നത്. To the head, because the ear is here. Who is the head in the church? എനിക്കറിയാം വരുന്നില്ല വെളിയിലോട്ട്, വെള്ളം തരാൻ കൂടി. ആ ചോദ്യം വന്നപ്പോഴേക്കും ഇച്ചിരി പ്രയാസമാണ്, അത് ചോദിക്കില്ല, അല്ലേ? God talks to the head first, not to the feet. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇത് ചോദിക്കേണ്ടിയ, why are we in church? Is this our house or God's house? If it is God's house, കർത്താവിന്റെ വീടാണെങ്കിൽ ഇത് കളിക്കാനുള്ള സ്ഥലമല്ല. Amen. Yes. You cannot take it for granted and say the Lord said it to me. Amen. ഒരു വാക്യമുണ്ട്, the 10 commandments, it says do not use my name in vain. Yes. അപ്പൊ ഞാൻ ഇത് പറയും, ദൈവം സംസാരിച്ചു, പക്ഷെ ദൈവം സംസാരിച്ചിട്ടില്ല. So you are using God's name in vain. Yes. ഞാൻ ഇതുപോലെ പ്രസംഗിക്കുന്നുണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്റെ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോരും, കുഴപ്പമില്ല. ഒരു എന്റെ ലീഡർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു സ്ത്രീയായിരുന്നു, ലീഡറായിരുന്നു, അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, the Lord has told me to be the pastor of this church because you are traveling all the time. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, oh, is it really? Yeah, the Lord told me to be the pastor. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ wallet എടുത്ത് ഇങ്ങനെ തുറന്നു 20 pound എടുത്ത് അവരുടെ കൈ കൊടുത്തപ്പോൾ പറഞ്ഞു, there is your petrol money, go home. ചോദിക്കട്ടെ, ദൈവം അവരെ വിളിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ദൈവം എൻ്റെ അടുത്ത് സംസാരിക്കണ്ട, to be the pastor of the church. ഇപ്പൊ എന്നെ വിളിച്ചിരിക്കുക, I am running the church, so you are just walking under Jezebelic spirit. ഞാൻ ജെസബൽ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ്, എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. 9 സ്പിരിറ്റ് ഉണ്ട് ചർച്ച് പൊട്ടിക്കുന്ന സ്പിരിറ്റ്. 9 spirits that split the church. One of them is Jezebel. And Jezebel is one of the most dangerous spirits. The Lord told me to come and help you. Sarah adalli paranja Abraham അടുത്ത്, we should help the Lord because he promised you a child. അല്ലയോ? ജഡത്തിൽ